നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യം പറയടാ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ നട്ടല് ചവിട്ടി ഓടിക്കും. പറയടാ. പറയാം സാർ. ഞങ്ങൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഡ്രഗ്സ് ആണ്. ഒരു കേന്ദ്രമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പുറകിലായിരുന്നു കുറച്ചു മുമ്പ് വരെ. ഷുവർ സാർ. വിക്രം സാറിന്റെ ഒരു കൺസൈൻമെന്റും ഞങ്ങൾ പിടിച്ചിട്ടില്ല. ഇത് സാറിന് ആരോ ഫേക്ക് ന്യൂസ് തന്നതാണ്. ആ നമ്പർ ഇങ്ങ് തന്നേക്ക് സാർ, അവനെ ഞങ്ങൾ പിടിക്കാം. ഏയ് അതൊന്നും വേണ്ട. ഇതിന്റെ സെക്രട്ടറിക്ക് രഹസ്യമായി കിട്ടിയ ഇൻഫർമേഷനാ. ആണോ? എവിടെ വെച്ച്, ആര് എന്നൊക്കെ ഞാൻ രഹസ്യമായി ഒന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പോ സാറിനെ ഞാൻ വിളിച്ചു പറയാം. സാർ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഞാൻ അടുത്തുള്ള സ്റ്റേഷനിലൊന്ന് അന്വേഷിക്കട്ടെ. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ആര്, എവിടെ, എങ്ങനെ ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. വർഷം ഇപ്പൊ എവിടെയായിരിക്കും? എന്നെ കുറിച്ച് അവളെല്ലാം ഇതിനോടകം അറിഞ്ഞിരിക്കും. എന്തായി? ഒരു സ്റ്റേഷനിലും ഒരു രീതിയിലുള്ള അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല. വാട്ട്? സത്യമാണ്. ഇത് ഫേക്ക് ന്യൂസ് ആണ്. അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയവർ പോലീസല്ല. എന്താവശ്യത്തിന് ഞാനുണ്ട് സാർ. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ സാർ. ഓക്കെ. പോലീസ് അങ്ങനെ ഒരു അറസ്റ്റ് നടത്തിയിട്ടില്ല. അപ്പൊ ആരായിരിക്കും അവൾ അറസ്റ്റ് ചെയ്തത്? എന്തായിടോ? ഒന്നും പറയുന്നില്ല സാർ. എന്താ നിങ്ങളുടെ പേര്? വർഷ. എത്ര കാലമായി ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്? അധികമൊന്നും ആയില്ല. പാക്കറ്റ് ഡെലിവറി തുടങ്ങിയിട്ട് കുറച്ചു കാലേ ആയുള്ളൂ. എന്റെ ഭർത്താവ് തുടങ്ങുന്ന പുതിയ കമ്പനിയുടെ മാർക്കറ്റിംഗ് ട്രെയിനി കൂടിയാ ഞാൻ. മനസ്സിലായി. പക്ഷെ വർഷ നടത്തുന്ന ബിസിനസ് എന്താന്ന് വർഷയ്ക്ക് മനസ്സിലായിട്ടില്ല. അതാണ് പ്രശ്നം. സത്യം പറയടാ, ഈ പാക്കറ്റിൽ എന്താ? സാർ, അത് സത്യം പറയടാ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ നട്ടല് ചവിട്ടി ഓടിക്കും. പറയടാ. പറയാം സാർ. ഞങ്ങൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഡ്രഗ്സ് ആണ്. അയ്യോ സാർ, ഇയാൾ കള്ളോ പറയുന്നത്? പച്ചക്കള്ളം. ആണോ? കള്ളമാണല്ലേ? എന്നാ ഞാൻ ഒന്ന് നോക്കട്ടെ. ഇത് മാരകമായ മയക്കുമരുന്ന് തന്നെയാണ്. ഇതങ്ങനെ വിപണിയിൽ ഇറങ്ങിയിട്ടില്ല. പുതിയ ഐറ്റമാണെന്ന് തോന്നുന്നു. അതെ, പുതിയ ഐറ്റം തന്നെയാ. ഇവരെ പോലുള്ള സ്റ്റുഡൻസിനെ കരുവാക്കി മാർക്കറ്റിംഗ് മേഖല വിപുലപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. ഇത് വാങ്ങി താനെന്തോടെ ചെയ്യുന്നേ? ഞാൻ എന്റെ ഇടപാടുകാർക്ക് വിതരണം ചെയ്യും. കേട്ടല്ലോ? നീ ചെയ്യുന്നത് നിയമപരമായ മാന്യമായ ബിസിനസ് ആണെന്ന് ഇനി നിനക്ക് പറയാൻ കഴിയുമോ? 100% നിയമവിരുദ്ധമായ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണ്.
നീ ഈ പണി ചെയ്തു പോകരുത്. ഇല്ല സാർ, ഇനി ഒരിക്കലും ചെയ്യില്ല. തൽക്കാലം ഇപ്പൊ നീ വയ്ക്കോ. ശരി സാർ. ഓടാ. ചേച്ചി, കൈവിലങ്ങണിയിച്ച് റിമാൻഡിൽ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ യോഗ്യതകളും നേടിയിരിക്കും എന്റെ അനിയത്തി. വർഷയുടെ ഭർത്താവിന്റെ സൽഗുണം എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് വർഷയെ ബോധ്യപ്പെടുത്താൻ എനിക്കും കുറെ മെനക്കെടേണ്ടി വന്നു. താലി ആയുധമാക്കിയ ഒരു പാവം പെണ്ണിന്റെ ജീവിതം തല്ലി തകർക്കുന്ന ഒരു ഭർത്താവാണ് അയാള്. ആൺവർഗത്തിന് തന്നെ അപമാനാണ് ഇത്തരത്തിലുള്ള ചെറ്റകള്. അയാളുമായിട്ടുള്ള ജീവിതം ഒട്ടും സുരക്ഷിതമല്ല വർഷേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ജയൻ സാറേ. ആ, ഇറങ്ങിക്കോളൂ സാർ. താങ്ക് യു. പിന്നെ ക്യാഷ് ഞാൻ ഫോണിൽ അയച്ചേക്കാം. താങ്ക് യു സാർ. ചേച്ചി, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. വന്ദന, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിക്രത്തിന് വിവാഹം കഴിച്ചതോടെ വർഷയുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വന്ദനയ്ക്ക് വർഷയുടെ കാര്യം ഓർത്ത് ഏത് സമയത്തും വല്ലാത്ത പരിഭ്രമവും സങ്കടമൊക്കെ ആണല്ലോ. വിക്രം വളരെ മാന്യനും സ്നേഹമുള്ളവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെന്താ വന്ദനയ്ക്ക് പ്രശ്നം? വിക്രമിനെ കുറിച്ച് ഞാൻ ജഗനോട് വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ മാന്യതയും മനുഷ്യത്വം ഒക്കെ വെറും പുറംപൂച്ച. അതെ, എന്റെ അനുജത്തി അപകടത്തിൽ നിന്നും അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വിവാഹ ദിവസം വർഷയുടെ കഴുത്തിൽ താലി കെട്ടാതെ വിക്രം വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഓർക്കുന്നുണ്ടോ? ആ, ഉണ്ട്. തിരിച്ചു വന്ന് താലി കിട്ടിയത് മുഹൂർത്തം കഴിഞ്ഞാണെന്നും അറിയാം. അതെ, വിക്രം മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അയാൾ അറിയാതെ ഞാൻ അയാളെ ഫോളോ ചെയ്തു. അന്നാ മുറിയിൽ ഞാൻ കണ്ട കാഴ്ച എനിക്ക് ഇന്നും മറക്കാൻ പറ്റിയിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.